മരം മുറിക്കാൻ അറിയാത്തവർ ഇതൊന്ന് കണ്ടുപിടിച്ചോ. കണ്ട ആദ്യത്തെ വെട്ട് കണ്ട നമ്മൾ അടിയിലേക്ക് ചെരിച്ചു വെട്ട, അതിനുശേഷം അടിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ കട്ട് കണ്ടില്ലേ. അപ്പോൾ ഈ മരം നമുക്ക് എങ്ങോട്ട് മറിച്ച് ഇടണം എന്നുണ്ടെങ്കിൽ ആ വശത്ത് നമ്മൾ മുറിക്കണം. അപ്പോൾ അല്പം ചെരിഞ്ഞിരിക്കുന്ന മരം എന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലേക്ക് എതിർവശത്തേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ ഒരു കയറിട്ട് കെട്ടിയിട്ട് ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മറിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പണ്ടത്തെ മരവെട്ടുകാർ ഇന്നത്തെ മരവെട്ടുകാരും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മരം ഒന്നും ആവശ്യമില്ലാണ്ട് വെട്ടിക്കളയരുത്. പിന്നെ ചൂടെടുക്കും, AC വയ്ക്കേണ്ടി വരും, കറണ്ട് ഉണ്ടാവില്ല, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇതൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് മുറിക്കുന്നതാണ്. അപ്പോൾ ഉണ്ടോ നമ്മൾ ഈ വശം മരത്തിൻ്റെ ഒരു 80% മുറിക്കുക, ബാക്കി 20% നിർത്തുക. കണ്ടോ ഞാൻ അപ്പോൾ ഏത് വശം എനിക്ക് ഇങ്ങോട്ടാണ് മുറിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട്. കണ്ടോ അപ്പോൾ ഇപ്പോൾ മരം വീഴും. നോക്കിക്കോ ഓടിക്കോ, സബിത മാറി അവിടുന്ന്. അപ്പോൾ സബിതയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവളവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മരം വെട്ടുകാരെന്ന് വെച്ചാണെങ്കിൽ ഇതാണ്. കണ്ടോ ഹാക്സോ ബ്ലേഡല്ല, ഇത് മറ്റേ മെഷീൻ വാള്, ഇത് കൊണ്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മരം വെട്ടുകാരുണ്ടായിരുന്നു, മരം വെട്ടുകാരത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മരം വെട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കോടാലി, മഴു കൊണ്ടുവരും, പിന്നെ ആലാസ് കയറൊക്കെ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ മരത്തിൻ്റെ കടക്കിലുള്ള മണ്ണൊക്കെ മുഴുവൻ തെരഞ്ഞ് കളഞ്ഞിട്ട് അടിവശത്ത് നോടി വെട്ടിയെടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഈ മെഷീൻ വാള് കൊണ്ടുവന്നെടുക്കും. അവൻ്റെ വാള് മണ്ണിൽ മുട്ടി കഴിഞ്ഞാൽ വാളിൻ്റെ പല്ല് കടവും. അപ്പോൾ കുറച്ച് ഒരു ചാൻ മുകളിലോ അരടിക്ക് മുകളിലൊക്കെ വെച്ചിട്ടാണ് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും ശരിക്കുള്ള ഒറിജിനൽ മരം വെട്ടുകാരല്ല. കണ്ടോ അപ്പോൾ പണ്ടത്തെ മരം വെട്ടുകാരൊക്കെ വളരെ സത്യസന്ധരായിരുന്നു. അതുകൊണ്ടല്ലേ കോടാലി പുഴയിൽ വീണപ്പോൾ, മഴു പുഴയിൽ വീണപ്പോൾ ദേവത ഒന്ന് പൊക്കിയെടുത്ത് സ്വർണ്ണ കോടാലിയൊക്കെ അവന് മടക്കി കിട്ടിയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. വളരെ സത്യസന്ധന്മാരായിരുന്നു. ഇന്നിപ്പോൾ ഇതുപോലെ ഒരു മരം കണ്ടു കഴിഞ്ഞാണെങ്കിൽ പകുതി വിലയ്ക്ക് ചോദിക്കും. ഒരു 30,000 രൂപ മരാന്നുണ്ടെങ്കിലേ ഒരു 10,000 രൂപയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ വീട്ടുകാരൻ ചോദിക്കുമോ 10,000 ലാഭമാണെന്ന്. അപ്പോൾ 20,000 മരവെട്ടുകാരന് ലാഭം. അങ്ങനെയുള്ള മരവെട്ടുകാർ മാത്രമേ ഇന്ന് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മരം വെട്ടണമെങ്കിൽ അവൻ പറയും ഇതിനൊരു 5,000 രൂപ വെട്ടുകാശ്, മനസ്സിലാ. അല്ലാണ്ട് കൂലിക്കൊന്നും ഇന്നും മരം വെട്ടുകാരില്ല. ഒരു മരം വെട്ടി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കാശെന്ന് പറയും. അപ്പോൾ നമ്മൾ 2-3 ആൾക്കാരോട് ചോദിച്ചിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ മരം വിൽക്കുക, അങ്ങനെയാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 2-3 ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം മരം വിൽപ്പനയ്ക്ക്. അപ്പോൾ ഇവരൊക്കെ വളരെ സത്യസന്ധന്മാരാണ്. ഇത് നമ്മളുടെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ മരങ്ങളൊന്നും ആവശ്യമില്ലാണ്ട് വെട്ടി മുറിച്ച് കളയരുത്. പിന്നെ തണലുണ്ടാവില്ല, ചൂട്. വീടിൻ്റെ തൊട്ടടുത്തൊക്കെ പടിഞ്ഞാറ് വശത്ത് എന്തായാലും ഒരു മരം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചൂടെടുത്തിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. വെറുതെ കറണ്ട് കാശ് കുറേ കൊടുക്കാം, അത്രയ്ക്കുള്ളൂ. AC കാശുള്ളവന് വയ്ക്കാം, അല്ലാത്തവന് ചൂടെടുത്ത് അവിടെ കിടക്കാം. അപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് കളയാൻ പാടില്ല. ഇത് എൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് മുറിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ വേണ്ട, നമുക്ക് കുറച്ച് തണലോ ചൂടൊക്കെ അകറ്റണമെങ്കിൽ നേരെ കാട്ടി പോയിരിക്കേണ്ടി വരും. അപ്പം ഞങ്ങളൊക്കെ സ്ഥിരം ഞായറാഴ്ചകൾ കാട്ടിലേക്കാണ് പോകുന്നത്, മരം ഇല്ലാണ്ടല്ല. അപ്പം എൻ്റെ വാഹനം തന്നെ താറാണ്, മഹേന്ദ്ര താറ്. അവൻ ഏത് മലയും കാടും കയറിയിട്ട് പോകും. അപ്പോൾ സബിതയുണ്ട് എൻ്റെ ഭാര്യയ്ക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദം കാട്ടിലേക്കുള്ള സഞ്ചാരം. അപ്പം മിക്കവാറും ഞായറാഴ്ചകൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാടിൻ്റെ ഉള്ളിലായിരിക്കും. അതാണ് മഹേന്ദ്ര താറ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു കാട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആദിവാസികളെ കണ്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരണം. അതിൻ്റെയാണ് ഈ വീഡിയോ. അപ്പോൾ വേണ്ട, ഇതുപോലെ സുഖമായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞ് തിരിച്ചു പോകും.